ഹലോ ഗേയ്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ വേറൊന്നുമല്ല കേട്ടോ, ചപ്പാത്തി ചിക്കൻ ചീസി റോളാട്ടം ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മളെ വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് ഇന്നത്തെ റെസിപ്പിയിലേക്ക് പോവാം. അപ്പോൾ ചിക്കൻ മാഗ്നേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആവശ്യത്തിന് മുളകും പൊടി ഇട്ട് കൊടുക്കണം. എരിവ് നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടും കുറയ്ക്കും ചെയ്യാം കേട്ടോ. പിന്നെ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. പിന്നീട് നമുക്ക് ഇതിലേക്ക് വലിയ ജീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കുക. കുരുമുളക് പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. നമുക്കിതിലേക്ക് എത്രത്തോളം ഉപ്പ് വേണം അത്രത്തോളം ഉപ്പ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ലേശം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്, ലേശം സുറുക്കിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ചെറിയ പീസാക്കിയിട്ടാണ് ചിക്കൻ മുറിച്ചെടുത്തിട്ടുള്ളത്. മാഗ്നേറ്റ് ചെയ്ത് ഒരു അരമണിക്കൂറോളം ഫ്രിഡ്ജിലായിട്ട് നമുക്ക് വെക്കാം കേട്ടോ. ഞാൻ ഇവിടെ ചിക്കൻ പൊരിക്കാൻ യൂസ് ചെയ്തിട്ടുള്ള സൺഫ്ലവർ ഓയിലാട്ടോ. ഓയിൽ ചൂടായി വന്നപ്പോൾ ഞാനിത് അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അരമണിക്കൂറോളം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് ഒരു 10 മിനിറ്റ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിച്ചാട്ടോ. അപ്പോൾ ചിക്കൻ ആകുമ്പോഴത്തേന് നമുക്ക് ബാക്കി പണി നോക്കാം കേട്ടോ. അപ്പോൾ ഒരു സവോള കട്ട് ചെയ്ത് വെച്ചതുണ്ട്. അതിലേക്ക് നമ്മൾ കാബേജ് ചെറുതാക്കി കട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് വെജ് വേണമെങ്കിലും എടുക്കുക. പിന്നെ തക്കാളി എടുക്കുന്നുണ്ട്. നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ഇട്ടതിന് ശേഷം ഞാൻ ഇതിലേക്ക് മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് പിന്നെ ചെറിയ ജീരകം പൊടിച്ചതില്ല അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ചില്ലി ഫ്ലെക്സ് പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് ഇട്ട് കൊടുക്കുക. കുരുമുളക് വേണ്ടവർക്ക് അത് ഇട്ട് കൊടുക്കുക. ഞാൻ അവിടെ ചില്ലി ഫ്ലെക്സ് മാത്രമായിട്ട് യൂസ് ചെയ്യണത്. പിന്നീട് ചെറുനാരങ്ങയുടെ നീര് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോഴത്തേന് നമ്മൾ ചിക്കനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ ഇതിൽ നിന്ന് മാറ്റിയെടുക്കാം. നമുക്ക് ചിക്കനായി വന്ന് നമുക്ക് ചപ്പാത്തി ചുട്ടെടുക്കാം കേട്ടോ. ചപ്പാത്തി 2 ഭാഗം നല്ലവണ്ണം വെന്ത് വന്നോട്ടെ. എന്നിട്ട് നമുക്ക് ഫ്ലെയിം നല്ലവണ്ണം കുറച്ച് വെക്കാം. ചപ്പാത്തി ആയതിന് ശേഷം ഫ്ലെയിം നല്ലവണ്ണം കുറച്ച് വെച്ചതിന് ശേഷം ഇതിലേക്ക് ഞാൻ ചീസ് വെച്ച് കൊടുക്കാം കേട്ടോ. ചീസ് ഓരോ ഭാഗത്തായിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം. ചീസ് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ച മയോണീസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മയോണീസ് ചേർത്ത് കൊടുക്കുക. ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപാട് ഇഷ്ടമാവും. അത്രയ്ക്കും ടേസ്റ്റ് ആട്ടെ ഈ റെസിപ്പിക്ക്. പിന്നീട് അതിൻ്റെ മുകളിലേക്ക് ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച സലാഡില്ലേ, ഫ്ലെയിം കുറച്ച് വെക്കണത് ചീസ് മെൽറ്റ് ആവാൻ വേണ്ടിയിട്ടാട്ടോ. പിന്നെ അതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ പൊരിച്ചെടുത്ത് ചിക്കൻ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നീട് കക്കരിക്കത ഇതുപോലെ അരിഞ്ഞതും വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ ഒന്ന് സെറ്റായി വെച്ച് വരുമ്പോഴത്തേന് തന്നെ നമ്മളെ ചീസ് നല്ല മെൽറ്റ് ആയിട്ടുണ്ടാവും കേട്ടോ. ഇത് ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ്, അതുപോലെ ഭയങ്കര ടേസ്റ്റിയുമായിട്ടുള്ള ഒരു സ്നാക്സ് ആട്ടത്. നമ്മളെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ വരെ കാണാം. നമ്മളെ വീഡിയോ ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുത് കേട്ടോ. ബൈ.